ജമ്മുകശ്മീർ കത്വയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. കത്വയിലെ ജുത്താന മേഖലയിൽ ഇന്നലെ രാവിലെയാണ് ഏറ്റുമുട്ടൽ തുടങ്ങിയത്. ഇന്നലെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചിരുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരിശോധന തുടരുന്നുണ്ടായിരുന്നു ഭീകര സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെ. ഇന്നലെയും അതിശക്തമായ ഏറ്റുമുട്ടലാണ് ഉണ്ടായത്. വ്യാപകമായ തെരച്ചിൽ ഇപ്പോഴും നടക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? പുതിയ വിവരങ്ങൾ എന്താണ്? ബൽറാം നെടുങ്ങാടി. റിജിത്ത്, ജമ്മു കശ്മീരിലെ കത്വയിൽ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അത് ഇന്ന് 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനിടെ 3 തവണ ഏറ്റുമുട്ടൽ ഉണ്ടായി 2 ഇടങ്ങളിലായി. ഇന്നലെ ജുത്താന മേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഏറ്റവും ഒടുവിലായി ജുത്താനയിൽ ഇന്നലെ രാവിലെ ആരംഭിച്ച ഏറ്റുമുട്ടലിനിടെയാണ് 3 പോലീസ് ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചത്. ഒപ്പം തന്നെ 2 ഭീകരരെ വധിച്ചു. ഈ ഓപ്പറേഷനിടെ 5 സൈനികർ, അതിൽ ഒരു ഓഫീസർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനടക്കമുള്ള 5 സൈനികർക്ക് ഈ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റിട്ടുണ്ട്. നേരത്തെ ഭീകര സാന്നിധ്യം ഉണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹിരാനഗർ മേഖലയിലാണ് 6 ദിവസം മുമ്പ് തെരച്ചിൽ ആരംഭിച്ചത്. ഇവിടെ നിന്നും 26 കിലോമീറ്റർ അകലെയുള്ള ജുത്താനയിൽ ഭീകരവാദി സാന്നിധ്യമുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഈ മേഖലയിലേക്ക് സൈനികർ മാറുകയും അവിടെ തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തത്. അതിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതും 3 പോലീസ് ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിക്കുകയും ചെയ്യുന്നത്. ഇന്ന് കൂടുതൽ സൈനികരെ ഈ പ്രദേശത്ത് തെരച്ചിലിനായി നിയോഗിച്ചിട്ടുണ്ട്. ഭീകരരെ തുടച്ചു നീക്കുക പൂർണ്ണമായും എന്ന ഉദ്ദേശത്തോടെയുള്ള തെരച്ചിൽ, വ്യാപകമായ തെരച്ചിൽ തന്നെയാണ് പ്രദേശത്ത് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.